നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ച് പരാതിക്കാർ. എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന സംശയമുണ്ടെന്നാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ആരോപണം. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. പരാതി നൽകിയ ഇരുവിഭാഗത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സാമ്പത്തിക തിരിമറി നടന്നെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ 3 വനിതാ ജീവനക്കാരുടെയും ആരോപണങ്ങളെല്ലാം കൃഷ്ണകുമാറും കുടുംബവും നിഷേധിച്ചു. ജാതീയമായി അപമാനിച്ചെന്ന ആരോപണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടെന്ന് പ്രതികരണം. പോലീസ് പക്ഷാപാതപരമായി പെരുമാറിയെന്നും G. കൃഷ്ണകുമാർ. ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കാരണം പണം എടുത്തിട്ടുണ്ട്, അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഈ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ട് നീക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ലെന്നറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം വാദി ഞങ്ങൾ കേസ് കൊടുക്കുന്നു, അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു. കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത്. നോൺ ബെയിലബിളായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത്. ഈ ജാതി മതം നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നത്. ആരെങ്കിലും വരുന്നു, അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും. നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ, മുസ്ലിമാണോ, അല്ലെങ്കിൽ വേറെ ഏത് ജാതിയാണോ, ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല. തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ. എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അതേസമയം G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. വസ്ത്രം പിടിച്ചു വലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് ആരോപണം. ജീവനക്കാർ നൽകിയ പരാതിയിലെ FIRലും സമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണ, ഭാര്യ സിന്ധു കൃഷ്ണകുമാർ തുടങ്ങിയ 6 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.